ഒരു ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ അത് നിർത്താൻ പറ്റാതെ നിന്നെ വല്ലാതെ അലട്ടാറുണ്ടോ? ആ ചിന്ത തെറ്റാണെന്ന് നിനക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്നിട്ടും അത് നിന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലേ? പലരും തെറ്റായി മനസ്സിലാക്കുന്ന OCDയുടെ യഥാർത്ഥ സൈക്കോളജി ഇതാണ്. ഇത് നിന്റെ കുഴപ്പമല്ല. നിന്റെ മനസ്സ് അമിതമായി ശ്രദ്ധ അഥവാ ടൂ മച്ച് കെയർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതിന് പിന്നിലെ കാരണങ്ങൾ നോക്കാം. 1. തോട്ട് ആക്ഷൻ ഫ്യൂഷൻ. ഒരു ചിന്ത വന്നാൽ അത് ശരിക്കും ഒരു പ്രവൃത്തി പോലെ നിനക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്ന് തോന്നിയാൽ നീ ശരിക്കും തെറ്റ് ചെയ്തതുപോലെ നിനക്ക് കുറ്റബോധം തോന്നും. നിന്റെ മനസ്സ് ചിന്തകളെയും യാഥാർത്ഥ്യത്തെയും തമ്മിൽ അങ്ങ് മിക്സ് ചെയ്യുന്നു. 2. ഇൻടോളറൻസ് ഓഫ് അൺസർട്ടനിറ്റി. എന്തെങ്കിലും തെറ്റായി സംഭവിച്ചാലോ എന്ന അനിശ്ചിതത്വം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണിത്. അതുകൊണ്ട് മനസമാധാനത്തിന് നിന്റെ ബ്രെയിൻ നിന്നെക്കൊണ്ട് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യിക്കും, അഥവാ റെപ്പറ്റേറ്റീവ് ആക്ഷൻസ്. ഇതൊരു ശ്രദ്ധക്കുറവല്ല, എല്ലാം കൃത്യമായിരിക്കണമെന്നുള്ള നിന്റെ നിയന്ത്രണബോധമാണ്, അഥവാ കൺട്രോൾ. 3. ഓവർ റെസ്പോൺസിബിലിറ്റി ബയസ്. ചെറിയ കാര്യങ്ങൾക്കും ഇതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് നിനക്ക് തോന്നും. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ നിന്റെ മനസ്സ് കാണും. നീ കെയർലെസ് ആയതുകൊണ്ടല്ല, മറിച്ച് നിന്റെ മനസ്സ് അമിതമായി ഉത്തരവാദിത്വം കാണിക്കുന്നതുകൊണ്ടാണ്, അഥവാ ഹൈപ്പർ റെസ്പോൺസിബിൾ. 4. മോറൽ സെൻസിറ്റിവിറ്റി. ഈ പോയിന്റ് നിന്നെ അത്ഭുതപ്പെടുത്തും. ശരി തെറ്റുകൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിന്റെ മനസ്സ് വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകളെ അംഗീകരിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഇതിനർത്ഥം നിനക്ക് വളരെ ശക്തമായ മൂല്യങ്ങളുള്ള ഒരു മനസ്സുണ്ട് എന്നാണ്. 5. ഓവർ ആക്റ്റീവ് എറർ ഡിറ്റക്ഷൻ സിസ്റ്റം. നിന്റെ തലച്ചോറിലെ എറർ ഡിറ്റക്ഷൻ സിസ്റ്റം ഒരു അലാം പോലെ എപ്പോഴും ആക്റ്റീവാണ്. ചെറിയൊരു സംശയം വന്നാൽ പോലും എന്തോ കുഴപ്പമുണ്ട് എന്ന് നിന്റെ ബ്രെയിൻ സിഗ്നൽ നൽകും. നീ അത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്നത് അതുകൊണ്ടാണ്. നിന്റെ മനസ്സ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് അപകടങ്ങൾ വരാതിരിക്കാൻ അത് അമിതമായി അധ്വാനിക്കുകയാണ്, അഥവാ ഓവർ വർക്ക്. ഇതാണ് OCDയുടെ യഥാർത്ഥ സത്യം. നിന്റെ മനസ്സ് അമിതമായി അധ്വാനിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഡീപ്പായി ചിന്തിക്കുന്ന മനസ്സ് അപൂർവമാണ്. ഇതൊരു ബലഹീനതയല്ല, മറിച്ച് ശരിയായ ദിശ കിട്ടാത്ത നിന്റെ കരുത്താണ്. ഈ കാര്യങ്ങൾ നിനക്ക് റിലേറ്റബിൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇത് നിനക്ക് പുതിയൊരറിവാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. നിന്റെ മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇനിയും സംസാരിക്കാം.